RSSന്റെ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് സർക്കുലർ ഇറക്കി ദില്ലി സർവകലാശാല. നാളെ നടക്കുന്ന രാഷ്ട്രീയ സേവാഭാരതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികളും അധ്യാപകരും എത്തണമെന്നാണ് നിർദ്ദേശം. ഇത് സംബന്ധിച്ച് രജിസ്ട്രാർ സർക്കുലർ പുറത്തിറക്കി. സ്വാതി ചേരുന്നു. സ്വാതി, ഇത്തരത്തിൽ മറ്റ് സംഘടനകളുടെ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സർക്കുലർ ഇറക്കുന്നത് വളരെ അപൂർവമാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഷമി, തീർച്ചയായും ഈ ദില്ലി യൂണിവേഴ്സിറ്റി അടക്കമുള്ള ഈ രാജ്യ തലസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ ഈ സംഘപരിവാറിന് കൂടുതൽ സ്വാധീനം ഉണ്ടാക്കി കൊടുക്കുന്നതിന് അല്ലെങ്കിൽ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് കാവ്യവൽക്കരണ നടപടികൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളുമായി ഈ സർവകലാശാല അധികൃതർ മുന്നോട്ട് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ ദിവസം രജിസ്ട്രാർ ഇത് സംബന്ധിച്ച് RSSന്റെ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന നിർദ്ദേശം നൽകിക്കൊണ്ട് ഒരു സർക്കുലർ പുറത്തിറക്കുന്ന സാഹചര്യം ഉണ്ടായി. രാഷ്ട്രീയ സേവാഭാരതിയുടെ പരിപാടിയിലേക്ക് പങ്കെടുക്കുകയും മാത്രമല്ല വിദ്യാർത്ഥികൾക്കായുള്ള യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ആ പരിപാടിയിലേക്ക് ഫണ്ട് നൽകണമെന്ന ആവശ്യവുമാണ് ആ സർക്കുലർ അടങ്ങിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെയും അതോടൊപ്പം ഫാക്കൽറ്റി അംഗങ്ങളുടെയും ഭാഗത്തുനിന്നും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവുകയും പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്ത സാഹചര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സർവകലാശാല ഒരു രാഷ്ട്രീയ കക്ഷിക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നടക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നത്? അതൊരിക്കലും ഒരു യൂണിവേഴ്സിറ്റിയുടെ ചട്ടങ്ങൾക്ക് യോജിച്ചതല്ല. ചട്ടങ്ങൾക്ക് വിരുദ്ധമായാണ് ഇത്തരം നടപടികൾ സർവകലാശാല കൈക്കൊള്ളുന്നത് എന്നടക്കമുള്ള ആരോപണങ്ങളും വിമർശനങ്ങളുമാണ് ഇതിനോടകം വിദ്യാർത്ഥികളുടെയും അതോടൊപ്പം വിദ്യാർത്ഥി സംഘടനകളുടെയും അധ്യാപകരുടെയും ഭാഗത്തു നിന്ന് ഉയർന്നിട്ടുള്ളത്. ഇത്തരത്തിൽ നേരത്തെയും RSSന്റെ പ്രധാനികളെയൊക്കെ തന്നെയും ക്യാമ്പസിനുള്ളിലേക്ക് കടന്നു കയറ്റിക്കൊണ്ട് വിവിധ പരിപാടിയുടെ ഭാഗമായി പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ദില്ലി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരെ നേരത്തെയും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. വികസിത് ഭാരത് ഉൾപ്പെടെയുള്ള പരിപാടിയിലേക്ക് 5000-ലധികം വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും റിക്രൂട്ട് ചെയ്യുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായതിൽ വലിയ വിവാദം ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു കാവ്യവൽക്കരണ നടപടിയിലേക്ക് അല്ലെങ്കിൽ സംഘപരിവാറിനെ ഈ ക്യാമ്പസുകളിൽ വളർത്തുന്നതിനാവശ്യമായ ഒരു സ്വാധീനം യൂണിവേഴ്സിറ്റി അധികൃതരുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ചും പ്രോക്ടറും രജിസ്ട്രാറും ഒക്കെ അടങ്ങുന്ന ഒരു സംഘം അധ്യാപകർക്കും യൂണിവേഴ്സിറ്റി മേധാവികൾക്കും ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന വിമർശനമാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഭാഗത്തു നിന്നും ഉയരുന്നത്. ഷമ്മി, സ്വാതിയാണ് വിവരങ്ങൾ നൽകിയത്.